നമസ്കാരം. ഇന്ന് പാല ചേർപ്പൊങ്കൽ ഒരു യുവതി പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്തൊരു സംഭവം പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് പാല ചേർപ്പൊങ്കൽ വയല അച്ചുകുന്നേൽ എമ്മി എന്ന പെൺകുട്ടിയാണ്. എമ്മി ഉദയൻ എന്നാണ് ഫുൾ നെയിം. 23 വയസ്സായിരുന്നു. അവർ പാല മാർസ്ലീവ മെഡിസിറ്റിയിലെ ഒരു ഇൻറ്റേൺഷിപ്പ്, അതായത് തെറാപ്പിസ്റ്റായിട്ട് അവിടെ ജോലി ചെയ്യുകയായിരുന്നു. കാരണം പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും കൂടെ ഇവരുടെ ഒരു ഡീറ്റെയിൽസ് കാര്യമായിട്ട് പുറത്തേക്ക് വിട്ടിരുന്നില്ല. അത് ചിലപ്പോൾ കിട്ടാത്തതുകൊണ്ടായിരിക്കാം. നമ്മൾ മാധ്യമങ്ങളെ കുറ്റം പറയുന്നില്ല. കാരണം പെട്ടെന്ന് ഒരു വാർത്ത കിട്ടുമ്പോൾ എല്ലാ കാര്യങ്ങളൊന്നും പുറത്തേക്ക് കിട്ടണമെന്നില്ലല്ലോ. സ്വാഭാവികമായിട്ടും ഞങ്ങൾ അതേപ്പറ്റി അന്വേഷിച്ച് കഴിഞ്ഞ് ഇപ്പോഴത്തേക്കും പാല ചേർപ്പൊങ്കൽ വയല അച്ചുകുന്നേൽ എമ്മി ഉദയൻ എന്ന കുട്ടി 23 വയസ്സാണ് പറയുന്നത്. പാല മാർസ്ലീവ മെഡിസിറ്റിയിലെ ഇൻറ്റേൺ തെറാപ്പിസ്റ്റായിട്ട് ജോലി ചെയ്യുന്ന ഒരു കുട്ടിയാണ്. ആ കുട്ടിയാണ് ഇന്നിങ്ങനെ ഒരു ദാരുണ സംഭവത്തിന് ഇരയായത്. അത് എന്തുകൊണ്ടാണെന്നുള്ളത് നമുക്കറിയില്ല എന്നുള്ളത് നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ നമ്മളിവിടെ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം, ഇതേ ഹോസ്പിറ്റലിൽ തന്നെ കുറച്ച് നാൾ മുമ്പ് ഒരു ലേഡി ഡോക്ടർ സൂയിസൈഡ് ചെയ്തിരുന്നു. അത് ഭർത്താവുമായിട്ടുള്ള പ്രശ്നത്തിൻ്റെ പേരിലാണെന്നൊക്കെ ഒരു വശത്തൂടെ പറയുമ്പോൾ, അതിശക്തമായിട്ട് മറ്റൊരു വിഭാഗം പറയുന്നത് ഹോസ്പിറ്റൽ അധികൃതരുടെ വളരെ കഠിനപരമായിട്ടുള്ള ജോലി ചെയ്യിക്കലിൻ്റെ ഭാഗമായിട്ടാണ് ആ വനിതാ ഡോക്ടർ സൂയിസൈഡ് ചെയ്തതെന്നുള്ളതാണ് അന്നെല്ലാം പൊതുവെ പറഞ്ഞു കേട്ടിരുന്നത്. ഇപ്പോൾ ഇന്നിപ്പോൾ ഈ കുട്ടിയും അതേ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഇൻറ്റേർണൽ തെറാപ്പിസ്റ്റായിട്ടാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ പോലും ആ ഹോസ്പിറ്റലിലെ ഒരു സ്റ്റാഫാണല്ലോ ഒരു കണക്ക്. അപ്പോൾ അവർ ഇന്നിപ്പോൾ സൂയിസൈഡ് ചെയ്തിരിക്കുന്നു. അതിനു മുമ്പ് തന്നെ പാല മെഡിസിറ്റി പറ്റി ഇതിനു മുമ്പ് കുറച്ച് ചികിത്സാ പിഴവുകളെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഇവിടെയല്ല, ഈ മാനേജ്മെൻറ്റിൻ്റെ ഒരു ഉദാസീനതയോ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുതരം ക്രൂരമായ മനോഭാവങ്ങളോ നിഴലിക്കുന്നുണ്ടോ എന്നുള്ളത് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇത്രയും സംഭവങ്ങൾ അനുദിനം ഇങ്ങനെ ആവർത്തിക്കപ്പെടുമ്പോൾ പോലും ഒരു കാരണവശാലും ഇതിനൊരു തിരുത്തലിനൊന്നും തയ്യാറാകുന്നില്ല. എനിക്ക് തോന്നുന്നത് ഈ അടുത്ത കാലത്തായിട്ട് ഈ ഭക്തിയുടെ പേരിൽ നടത്തുന്ന അല്ലെങ്കിൽ മതത്തിൻ്റെ അണ്ടറിലുള്ള സ്ഥാപനങ്ങളിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ ക്രൂരത ഇപ്പോൾ നിലനിൽക്കുന്നത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നത്. കാരണം നമ്മുടെയൊക്കെ ബൈബിളിൽ പറയുന്നത് പോലെ തന്നെ ആട്ടിൻ തോലണിഞ്ഞ് ചെന്നായ്ക്കൾ എന്നൊരു പദം സ്വാഭാവികമായിട്ട് പറയുന്നുണ്ട്. കാരണം ഈ അടുത്തിടെയാണ് നമുക്കറിയാം, പത്തനംതിട്ടയിലെ ഒരു ബിനു വാഴമുട്ടം, അയാളൊരു പെന്തക്കോസ് വിഭാഗം പറ്റിയാണ്, ഇങ്ങനെ എലോഹിം വർക്ക്ഷിപ്പോ അങ്ങനെ എന്തൊക്കെ ഒരു പേര് പറഞ്ഞ് ഇടുക്കി അണക്കരയിലുള്ള ഒരു പയ്യനെ, ഒരു സാധു കുടുംബത്തിലെ ഒരു പയ്യനെ അവിടെ നിർത്തി പഠിപ്പിക്കാം, ഉന്നതനാക്കാം, ഡോക്ടറാക്കാം, എഞ്ചിനീയറാക്കാം, കളക്ടറാക്കാം എന്നുള്ള മോഹന വാഗ്ദാനങ്ങൾ. ഇതെല്ലാം മോഹന വാഗ്ദാനങ്ങളാണല്ലോ പൊതുവെ. കാരണം സ്വർഗം കൊടുക്കാം, അതുപോലെ തന്നെ യേശുവിൻ്റെ വലതുഭാഗത്തിരുത്താമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണല്ലോ എല്ലാ വിശ്വാസികളെയും ഈ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് അടുപ്പിക്കുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഇങ്ങനെ കുറേ മോഹന വാഗ്ദാനങ്ങളൊക്കെ പറഞ്ഞാൽ പയ്യനെ കൊണ്ടുവന്നിട്ട് കന്നുകാലിയായിട്ട് പണിയിപ്പിക്കുന്നതിൻ്റെ കാര്യം, കന്നുകാലിയൊക്കെ ആണെങ്കിൽ അതിൻ്റേതായ ഒരു മര്യാദയെങ്കിലും കാണിക്കും. അതിനേക്കാൾ അതിക്രൂരമായിട്ട് പണിയെടുപ്പിക്കുക മാത്രമല്ല, പഴകിയ ഭക്ഷണം കൊടുക്കുന്നു. അതുപോലെ തന്നെ ഇവർ നടത്തുന്ന വൃദ്ധസദനത്തിലെ വൃദ്ധരായിട്ടുള്ളവരെ ശുശ്രൂഷിക്കുന്നു, അവരുടെ തീട്ടം മൂത്രമൊക്കെ കോരിക്കുന്നു. അതുപോലെ തന്നെ കഠിന അധ്വാനം, എന്തെങ്കിലും ചോദ്യം ചെയ്യുമ്പോഴത്തേക്കും അതികഠിനമായിട്ടുള്ള ക്രൂരം മർദ്ദനം, അതിൻ്റെ ഫലമായിട്ടുണ്ടായ സംഭവവികാസങ്ങളൊക്കെ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതിങ്ങനെ ഈ അനുദിനം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇവരെല്ലാം പുറമേ പറയുമ്പോഴത്തേക്കും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ഹല്ലേലൂയ, സ്തോത്രം, എല്ലാം വളരെ നല്ലത്, ഏറ്റവും ആത്മീയതയുടെ ഒരു മൂടുപടം, അതാണ് ഇതിനെല്ലാം ഒരു കവറേജായിട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ സംഭവങ്ങൾ ഈ അനുദിനം വർദ്ധിച്ചു വരുമ്പോൾ ഈ ഭക്തിയും ദൈവവിശ്വാസവും ഒക്കെ മനുഷ്യനിൽ നിന്നും അകന്നു പോവുകയാണ് ചെയ്യുന്നത്. കാരണം ദൈവത്തിൻ്റെ ആൾക്കാരെന്ന് പറയുന്നവരിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഇത്തരം ക്രൂര മനോഭാവങ്ങളും ക്രൂര പ്രവൃത്തികളും വരുന്നത് എന്നുള്ളതിടത്തു നിന്നും സ്വാഭാവികമായിട്ട് സാധാരണ മനുഷ്യരെ സംബന്ധിച്ച് ഇത് ദൈവമാണോ അതോ ഇതാണോ പിശാച് എന്നൊക്കെയുള്ളൊരു ചിന്ത സ്വാഭാവികമായിട്ട് വന്നു പോകുന്നു.
അതുകൊണ്ട് മാത്രമാണ് ആ ഒരു കാര്യം ഇങ്ങനെ പരാമർശിച്ചത്. ഇപ്പോൾ ഈ ഒന്ന് രണ്ട് വിഷയം ഇപ്പം ഈ പ്രസൻ്റ്ലി നമ്മുടെ മുമ്പിൽ വന്നതുകൊണ്ടാണ് നമ്മളിതിങ്ങനെ പേരെടുത്ത് തന്നെ പറയേണ്ടി വന്നത്. ഇതിവിടെ മാത്രമല്ല, എല്ലാ വിഭാഗങ്ങളിലും ഉണ്ട്, എല്ലാ മതവിഭാഗങ്ങളിലും ഉണ്ട്, പല ആശ്രമങ്ങളിലും ഉണ്ട്, പല ഉസ്താദുമാരുടെയൊക്കെ അടുത്തുമുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ. ഇല്ലയെന്നല്ല പറയുന്നത്. പക്ഷേ ഇതിനെയൊക്കെ ഒന്ന് ഗൗരവത്തിൽ എന്തുകൊണ്ട് കാണാൻ സാധിക്കുന്നില്ല? കാരണം ഇതെല്ലാം ദൈവത്തിൻ്റെ പേരിലാണ്. ഏത് മതമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിനകത്തിപ്പോൾ ഒരു മതമൊന്നുമില്ല എന്ന് നമ്മൾ പറഞ്ഞില്ല. എല്ലാ മതങ്ങളും പറയുന്നത് അവരവരുടെ ദൈവങ്ങൾക്ക് ഓരോ പേരിട്ടിട്ടുണ്ട്. ക്രിസ്ത്യാനികൾക്ക് യേശുവെന്നും യഹോവ എന്നൊക്കെ പേരിടുന്നു. ഹിന്ദുക്കൾക്കാണെങ്കിൽ കൃഷ്ണൻ എന്ന്, രാമനെന്നും, ബ്രഹ്മാവെന്നൊക്കെ പേരിടുന്നു. അതുപോലെ തന്നെ മുസ്ലിംസിനാണെങ്കിൽ അള്ളാഹു അല്ലെങ്കിൽ മുഹമ്മദ് നബി എന്നൊക്കെ പേരൊക്കെ ഇടുന്നു. അങ്ങനെ പേരുകൾ പലതിടുന്നുണ്ടെങ്കിലും കോമൺ ആയിട്ട് എല്ലാവരും പറയുന്ന ദൈവം എന്നുള്ള ഒരൊറ്റ നാമമാണല്ലോ. അപ്പോൾ ഈ ദൈവത്തിൻ്റെ പേരിൽ ഉള്ള നടത്തുന്ന സ്ഥാപനങ്ങൾ അവരെങ്കിലും കുറച്ചൊക്കെ ഒരു മര്യാദയെങ്കിലും കാണിക്കണ്ടേ? ആ ദൈവത്തിൻ്റെ ആ നിർവചനത്തിന് അനുയോജ്യമാകുന്ന രീതിയിലുള്ള ചെറിയ പ്രവർത്തനങ്ങളെങ്കിലും കാണിക്കേണ്ടതല്ലേ എന്നുള്ളത് സ്വാഭാവികമായിട്ട് പൊതുസമൂഹം ചോദിക്കുമ്പോൾ അതിന് ഉത്തരം തരുന്നത് നേരെ തിരിച്ചാണ്. ഞങ്ങൾ പിശാചിൻ്റെ പ്രവർത്തനമാണ് നടത്തുന്നത്, പക്ഷെ ദൈവത്തിൻ്റെ പേരാണ് ഞങ്ങൾ പറയുന്നത് എന്നുള്ള നിലയിലേക്കാണ് കാര്യങ്ങൾ വന്നെത്തുന്നത്. വളരെ തിരുത്തപ്പെടേണ്ടത് തന്നെയാണ്. കാരണം ഇപ്പം ഓപ്പറേഷൻ തുഫാൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സർക്കാർ, ഇപ്പോൾ വി ഡി സതീശൻ സർക്കാരിലെ ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന ശ്രീ രമേശ് ചെന്നിത്തല അതിശക്തമായിട്ട് മയക്കുമരുന്നുകൾക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ട്. അത് ഏറ്റവും ഇവിടെ പൊതുസമൂഹം വളരെയധികം അപ്രിഷ്യേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇനിയിപ്പം നമുക്ക് പറയാനുള്ളത്, ഇതിന് എത്രയും പെട്ടെന്ന് ഈ ഒരു ഓപ്പറേഷൻ ആത്മീയതയെ കൂടി ഒന്ന് ഉടച്ചു വാർക്കേണ്ടതുണ്ട്. കാരണം ഈ ആത്മീയതയുടെ മറവിൽ കണ്ടമാനം തട്ടിപ്പുകൾ ഇങ്ങനെ നടക്കുകയാണ്, വിശ്വാസത്തിൻ്റെ പേരിൽ, ആത്മീയതയുടെ പേരിൽ. അപ്പോൾ അതിൻ്റെ ഒരു ഇരയാണോ ഇന്ന് ഈ കുട്ടി എന്നുള്ളത് നമ്മൾ പറഞ്ഞു സ്വാഭാവികമായിട്ട് പറഞ്ഞു പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. കൃത്യമായിട്ട് നമുക്കറിയില്ല എന്ന് നമ്മൾ പറഞ്ഞു. കാരണം ഇപ്പം ഒരിടത്ത് ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് ആ സ്ഥാപനത്തിനെ നമ്മൾ കരിവാരിത്തേക്കുകയല്ല ചെയ്യുന്നത്. പക്ഷേ ആ സ്ഥാപനത്തിൽ ഇങ്ങനെ ഈ അടിക്കടി ഇങ്ങനെ ഈ ദുരൂഹ മരണങ്ങൾ, ആത്മഹത്യകൾ, അതുപോലെ ചികിത്സാ പിഴവുകൾ അടിക്കടി ഉണ്ടാകുന്ന സംഭവങ്ങൾ സ്വാഭാവികമായിട്ട് പൊതുസമൂഹം ചർച്ച ചെയ്യുന്നു എന്നതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഞങ്ങൾ ഈ വിഷയം ഇന്ന് പോകുന്നു ഒരു വീഡിയോയിലൂടെ ഒന്ന് പരാമർശിക്കുന്നത്. നന്ദി.